ട്രെയിൻ ടിക്കറ്റ് നിരക്ക് കൂട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനം. ഈ മാസം 26-ാം തീയതി മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 215 കിലോമീറ്റർ മുകളിലുള്ള യാത്രകൾക്ക് ഇനി ചെലവേറും. ഓർഡിനറി ക്ലാസ്സിൽ കിലോമീറ്ററിന് 1 പൈസ കൂടും. AC, non-AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസയാണ് വർധന. ഈ വർഷം ഇത് 2ാം തവണയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത്. അതിൽ പാലോട് വിവരങ്ങളുമായി. ഇനി ട്രെയിൻ യാത്രയും ബുദ്ധിമുട്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടിക്കറ്റ് നിരക്ക് വർധന എങ്ങനെയാണ്? ദൂരയാത്രകൾക്ക് ചിലവേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം ഇത് 2ാം തവണയാണ്. ജൂലൈ മാസത്തിൽ സമാനമായൊരു നിരക്ക് വർധന പ്രഖ്യാപിച്ചിരുന്നു റെയിൽവേ. ഇതിപ്പോൾ വർഷത്തിന്റെ അവസാനത്തിൽ ഒരു നിരക്ക് വർധന കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 215 കിലോമീറ്ററിന് മുകളിലേക്കുള്ള യാത്രകൾക്കാണ്, ട്രെയിൻ യാത്രകൾക്കാണ് നിരക്ക് വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർഡിനറി ക്ലാസ്സുകളിൽ, നമ്മൾ പറയുന്ന ജനറൽ ക്ലാസ്സുകളിൽ കിലോമീറ്ററിന് 1 പൈസ കൂടും എന്നുള്ളതാണ്. ഒപ്പം AC, non-AC സ്ലീപ്പർ കോച്ചുകളിലും AC കോച്ചുകളിലുമെല്ലാം കിലോമീറ്ററിന് 2 പൈസ വീതം കൂട്ടാനാണ് തീരുമാനം. ഈ മാസം 26 മുതൽ വർധന പ്രാബല്യത്തിലാകുമെന്ന് റെയിൽവേ അറിയിക്കുകയാണ്. 600 കോടി രൂപ അധിക വരുമാനം ഇതിലൂടെ ലഭിക്കും എന്നുകൂടി റെയിൽവേ കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും ഈ വർഷത്തിൽ 2ാമത്തെ നിരക്ക് വർധനയാണ് ഇപ്പോൾ റെയിൽവേ ടിക്കറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി, ട്രെയിൻ യാത്ര നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം റെയിൽവേയിൽ നിന്ന് വരികയാണ്.